എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല മുരുമുരാന്നിരിക്കുന്ന ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകുക കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെച്ചിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ഒരു 1-1.5 മണിക്കൂർ സമയം വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് മാത്രം ഇതൊന്ന് അരഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം എന്ന് പറയണത് നമ്മൾ ഉഴുന്ന് കുതിർത്താൻ വെച്ചിട്ടില്ലേ, ആ വെള്ളമാണ് ഞാൻ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അരയാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടിയും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കാര്യമില്ല. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു പൊങ്ങി വരും കേട്ടോ ഉഴുന്നുവട. അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കില്ലേ, അതേ കായം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ് മാത്രം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് പറ്റുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ ഉഴുന്നുവട. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ 2 കൈയും ആ വെള്ളത്തിൽ മുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടായിട്ടുള്ള എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മാവ് എടുത്തിട്ട് ഫസ്റ്റ് കൈ നനച്ചിട്ട് 2 കൈ നനയ്ക്കുക കേട്ടോ. എന്നിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഉഴുന്നുവട പെട്ടെന്ന് കരിയും, ഉള്ളാണെങ്കിൽ വെന്തിട്ടും വരില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറയണത്. ഈ വടകളെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉഴുന്നുവടയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കേട്ടോ. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു സൈഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. തിരിച്ചിടുമ്പോൾ എണ്ണയൊന്നും മേലേക്ക് തെറിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല
നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഉഴുന്നുവടയ്ക്ക്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. എല്ലാ ഉഴുന്നുവടയും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.